10 മിനിറ്റിൽ ബിരിയാണി റെഡി. കുക്കറിൽ ഒരൊറ്റ വിസിൽ മതി. വീട്ടിൽ ആര് വന്നാലും ചോദിച്ചു വാങ്ങിച്ചു കഴിക്കും. അതും തലശ്ശേരി ദം ബിരിയാണി. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അതിലോട്ട് നല്ല പുളിയിലെ തൈര് 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കും. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഒരുമിച്ച് ചതച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് നല്ലപോലെ കൈവച്ച് തിരുമ്മിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ 1/2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഞാൻ എടുത്തുള്ളത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തുള്ളത്. ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിട്ട് അതൊന്ന് വറുത്തു പോരാം. അണ്ടിപ്പരിപ്പും മുന്തിരിയുടെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാട്ടോ. കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ 2 സവാള കട്ടി കുറച്ച് അരിഞ്ഞത് ചേർത്തിട്ട് അതും വറുത്ത് കോരി മാറ്റി വെക്കാം. സവാളയുടെ കളറൊക്കെ മാറി ഗോൾഡൻ കളറിന് ഇതുപോലത്തെ ഒരു കളർ ആകുമ്പോഴാണ് വറുത്ത് മാറ്റേണ്ടത്. ഇനി ഇതേ എണ്ണ തന്നെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഞാനിവിടെ എടുത്തുള്ളത് 5 ലിറ്ററിന്റെ കുക്കറാണ് കേട്ടോ. ആ കുക്കറിലോട്ട് ഇതിന്ന് പകുതി ഓയിലാണ് ഞാൻ ചേർത്തുള്ളത്, ഫുള്ളും ഞാൻ ചേർത്തിട്ടില്ല. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 4 സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇനി സവാള നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. സവാള ഇതുപോലെ ഒന്ന് കളർ മാറിയാൽ മതി. നല്ലപോലെ അങ്ങോട്ട് ഗോൾഡൻ കളർ ആവാൻ നിൽക്കൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. കൂടെ ഇതുപോലെ 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും ചേർക്കാം. കൂടെ 3 തക്കാളി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. സവാളയും തക്കാളിക്ക് നല്ലപോലെ അങ്ങോട്ട് വഴണ്ടി വരുമ്പോൾ നേരത്തെ മസാല തിരുമ്പി വെച്ച ചിക്കനും കൂടി അങ്ങോട്ട് ചേർത്ത് കൂടെ 1 ടേബിൾ സ്പൂൺ തൈരും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും നേരത്തെ വറുത്ത് വെച്ച സവാളയും കൂടി അങ്ങോട്ട് ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ചിക്കനിൽ നമ്മൾ മസാല തിരുമ്പി വെച്ചപ്പോൾ അതിന്റെ താഴെ ഊറി വന്നിട്ടുള്ള വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, അല്ലാതെ ഇതിലോട്ട് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം നമ്മൾ ഒരിക്കലും വറ്റിച്ചെടുക്കരുത്. ഇനി കുക്കർ ഇതുപോലെ വിസിലിടാതെ ഒന്ന് അടച്ചു വെച്ചിട്ട് അതൊന്ന് വെള്ളം ഊറി വരാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, വിസിൽ ഒരിക്കലും ഇടരുത് കേട്ടോ. വിസിലിടാതെ കുറച്ച് സമയം ഒന്ന് വെച്ചാൽ മതി. അപ്പം തന്നെ ഇതൊന്നിങ്ങനെ വെള്ളം ഊറി വന്നിട്ടുണ്ടാവും. ഇനി ഒരു കയ്യിൽ വെച്ച് ഇതുപോലെ നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ ഒരേ ലെവലിൽ അങ്ങോട്ട് നിരത്തി കൊടുക്കണം. ഇനി ഇതിന്റെ മുകളിലോട്ടാണ് നമ്മൾ അരി ചേർക്കുന്നത്. ഞാനിവിടെ എടുത്തുള്ള ബിരിയാണി അരി ജീരകശാല അരിയാണ്. ഞാൻ എടുത്തുള്ളത് 3 ഗ്ലാസ് അരിയാണ്. 3 ഗ്ലാസ് അരി നമുക്ക് 6 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് 7 പേർക്ക് കഴിക്കാം കേട്ടോ. അരി നല്ലപോലെ കഴുകിയിട്ട് ഒട്ടും വെള്ളമില്ലാതെ ചിക്കന്റെ മുകളിലോട്ട് ഇതുപോലെ നിരത്തി കൊടുക്കണം. പിന്നെ അരി നമ്മൾ പുതർത്തിയിട്ടൊന്നുമില്ല, അങ്ങനെ കഴുകിയിട്ട് അതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി, അല്ലാതെ വെള്ളത്തിലിട്ട് പുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വെള്ളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 3 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം തന്നെയാണ് ചേർക്കേണ്ടത്. നമ്മൾ കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ അങ്ങനെയാട്ടോ വെള്ളം എടുക്കേണ്ടത്. 3 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം മാത്രം എടുത്താൽ മതി. നല്ലപോലെ വെട്ടി തിളച്ച വെള്ളത്തിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. വെള്ളത്തിന്റെ ഒരു പൊടിക്ക് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർക്കാൻ. ആ വെള്ളമാണ് നമ്മൾ അരിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വെള്ളം ചേർക്കുമ്പോൾ മെല്ലെ വേണം ഒഴിച്ചു കൊടുക്കാൻ. അതായത് താഴെയുള്ള മസാല ഇളകാതെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അടിയിലുള്ള മസാല ഇളകി കഴിഞ്ഞാൽ ബിരിയാണിയുടെ കളർ ആകെ മാറും. അപ്പോൾ ഇത് എന്തായാലും ശ്രദ്ധിക്കണം. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ വന്നാൽ മതി. ഒറ്റ വിസിൽ വന്നാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതുപോലെ കുക്കറിന്റെ എയർ മുഴുവനായിട്ട് പോയിട്ട് മാത്രമേ കുക്കറിന്റെ അടപ്പ് തുറക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയിലയും പുതിനയിലയും എല്ലാം ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇച്ചിരി ഗരം മസാലയും കൂടി ഒരു മണത്തിനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുകളിലത്തെ റൈസ് മാത്രം ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മുകളിലൊന്ന് ഇതുപോലെ അമർത്തി കൊടുത്തിട്ട് കുക്കർ ഒന്ന് അടച്ചു വെക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി നെയ്യും കൂടി മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി അത് അവിടെ കിടന്നിട്ട് ദമ്മാവട്ടെ. എപ്പോഴാണോ കഴിക്കുന്നത് അപ്പോൾ മെല്ലെ കുക്കർ ഇതുപോലെ തുറന്നിട്ട് വിളമ്പി കഴിക്കാം. സാധാ ബിരിയാണിക്ക് മാറി നിൽക്കും. ഇതിന്റെ മണം അങ്ങോട്ട് അടിക്കുമ്പോൾ തന്നെ വായിൽ കപ്പലും. നല്ല കിടിലൻ ടേസ്റ്റുള്ള ദം ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.